Hi students, welcome to X and Y Olympiads. IOCM 2024 കോമ്പിനേറ്റോറിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. On a natural number n, you are allowed two operations: multiply by 2 or subtract 3 from n. For example, starting with 8, you can reach 13 as follows: 8, 16, 13. You need 2 steps and you cannot do in less than 2 steps. Starting from 11, what is the least number of steps you required to reach 121? അതായത് നാച്ചുറൽ നമ്പേഴ്സിൽ രണ്ട് ഓപ്പറേഷൻസ് ആണ് അലൗഡ് ആയിട്ടുള്ളത്: എയ്തർ മൾട്ടിപ്ലൈ ബൈ 2 ഓർ സബ്സ്ട്രാക്ട് 3 ഫ്രം n. അങ്ങനെയാണെങ്കിൽ 8ൽ നിന്ന് 13ൽ എത്താനുള്ള ഒരു സ്റ്റെപ്സ് അവർ തന്നിട്ടുണ്ട്. 8 ഇൻറ്റു 2 16, 16 മൈനസ് 3 13. അങ്ങനെ രണ്ട് സ്റ്റെപ്പിലാണ് അവർ 8ൽ നിന്ന് 13ലേക്ക് എത്തിയിട്ടുള്ളത്. ഈ രണ്ട് സ്റ്റെപ്പ് അല്ലാതെ ഒറ്റ സ്റ്റെപ്പിൽ ഒരിക്കലും നമുക്ക് ഈ രണ്ട് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് 13ൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അതായത് മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് റിക്വയർഡ് ടു റീച്ച് 13 ഫ്രം 8 ഈസ് 2. അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് 11ൽ സ്റ്റാർട്ട് ചെയ്ത് 121ൽ എത്താനുള്ള മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയാണെന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ ചെയ്യുമ്പോൾ ഞാൻ 11ൽ നിന്ന് 121 എത്തുകയല്ല ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് റിവൈസ് ആണ് ചെയ്യുന്നത്. 121ൽ നിന്ന് 11ലേക്ക് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നമ്മൾ ബാക്കിൽ നിന്ന് ഫിനിഷിംഗ് ലൈനിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസും സ്വാഭാവികമായിട്ടും റിവൈസ് ആവും. മൾട്ടിപ്ലൈ ബൈ 2ന് പകരം സ്വാഭാവികമായിട്ടും ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സബ്സ്ട്രാക്റ്റഡ് ബൈ 3ന് പകരം ആഡ് 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 121ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 121 ഓഡ് നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ഡിവൈഡ് ചെയ്തതിന്, ബട്ട് ഓഡ് നമ്പർ ആയതുകൊണ്ട് 3 ആഡ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ 3 ആഡ് ചെയ്തു, 124. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈവൻ നമ്പർ കിട്ടി. 124 ബൈ 2 62. വീണ്ടും ഈവൻ നമ്പർ 62 ബൈ 2 31. ഇപ്പോൾ ഓഡ് നമ്പർ ആയിട്ടുണ്ട്. ഓഡ് നമ്പർ ആയതുകൊണ്ട് ഞാൻ 3 ആഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ഞാൻ ഓഡ് നമ്പർ ഡിവൈഡ് ചെയ്യാത്തത്? ഓഡ് നമ്പർ ഡിവൈഡ് ചെയ്താൽ സ്വാഭാവികമായിട്ടും 31 ബൈ 2 15.5 ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഡെസിമൽ വാല്യൂസ് വരും. അപ്പോൾ ഡെസിമൽ വാല്യൂസ് നമുക്ക് വേണ്ട. നമുക്ക് പ്രോപ്പർലി 11 ആണ് എത്തേണ്ടത്, ഇൻറ്റിജർ വാല്യൂസ് ആണ് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സ് ഡെസിമൽസിനെ ഒഴിവാക്കുന്നു. ഓക്കെ, 31 ബൈ 3 34 ഈവൻ നമ്പർ. 34 ബൈ 2 17. 17 ഓഡ് നമ്പർ ആണ്. അപ്പോൾ നമ്മൾ 3 ആഡ് ചെയ്തു. ഓക്കെ, 17 പ്ലസ് 3 20. ഓക്കെ, അപ്പോൾ 20 ഈവൻ നമ്പർ ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 2 10. 10 ഈവൻ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. 5 ഓഡ് നമ്പർ ആണ്. 3 ആഡ് ചെയ്താൽ 8. 8 ഈവൻ നമ്പർ ആണ്. നമ്മൾ ഡിവൈഡ് ആണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ 3 ആഡ് ചെയ്തിട്ട് 11ലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ 121ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 11ലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റെപ്പ് യൂസ് ചെയ്തു എന്ന് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. അങ്ങനെയാണെങ്കിൽ 10 സ്റ്റെപ്സിൽ നമ്മൾ 121ൽ നിന്ന് 11ൽ എത്തിയിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും 10 സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് 11ൽ നിന്ന് 121ലേക്ക് എത്താം. അപ്പോൾ ദ ആൻസർ വിൽ ബി 10 steps.